SIR-ന്റെ ഭാഗമായി അധിക ജോലിഭാരമുണ്ടെന്ന പരാതിയുമായി വില്ലേജ് ഓഫീസർമാരും രംഗത്ത് വന്നിട്ടുണ്ട്. ഓഫീസ് ജോലിക്ക് പുറമെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇരട്ട ചുമതല നൽകുന്നു എന്നതാണ് ആരോപണം. നിലവിൽ BLO സൂപ്പർവൈസർമാരായി പ്രവർത്തിക്കുന്നവരെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ സെക്ടറൽ ഓഫീസർമാരായും നിയമിച്ചതായാണ് പ്രതിസന്ധിക്കിടയാക്കിയത്. VS രഞ്ജിത്ത് BLOമാർക്ക് മാത്രമല്ല, മുകൾ തട്ടിലോട്ട് പോയാൽ വില്ലേജ് ഓഫീസർമാര് അവര് സെക്ടറൽ ഓഫീസർമാരായിട്ടും പണിയെടുക്കണം, ഇവിടെ ഈ SIR-ന്റെ ഭാഗമായിട്ടുള്ള സൂപ്പർവൈസർമാരായിട്ടും പണിയെടുക്കണം. അതാണോ അവരുടെ പരാതി? ഗുഡ് മോർണിംഗ് രഞ്ജിത്ത്. ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ. BLOമാരുടെ സമ്മർദ്ദത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ വാർത്ത കൊടുത്തത്. ഇന്നലെ കോഴിക്കോട് ജില്ലാ കലക്ടർ BLO സൂപ്പർവൈസർമാരുടെ യോഗത്തിൽ സംസാരിക്കുന്നത് നമ്മൾ ആ വീഡിയോ ദൃശ്യങ്ങൾ സഹിതം കൊടുത്തിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നത് നിങ്ങൾ BLOമാരെ ഓരോ മണിക്കൂർ വീതം വിളിക്കണം എന്നുള്ളതാണ്. ഓരോ മണിക്കൂർ കൂടുമ്പോൾ വിളിച്ച് കണക്ട് ചെയ്യണം എന്നുള്ളതാണ്. അങ്ങനെ ഓരോ മണിക്കൂർ വീതം BLOമാരെ വിളിക്കണമെങ്കിൽ 10 BLOമാർ ഒരു വില്ലേജ് ഓഫീസറുടെ കീഴിൽ, ഒരു സൂപ്പർവൈസറുടെ കീഴിലുണ്ടാവും. അപ്പോൾ അദ്ദേഹത്തിന്റെ ജോലിയുടെ പകുതി സമയവും ഈ BLOമാരെ വിളിച്ച് ഫോളോ അപ്പ് നടത്താൻ വേണ്ടി പോകും. പിന്നെ അതിന് പുറമെയാണ് അദ്ദേഹം ആ ഓഫീസിനകത്തുള്ള സർട്ടിഫിക്കറ്റ് ജോലികൾ, അത് ഇൻകം സർട്ടിഫിക്കറ്റ് മുതൽ ജാതി സർട്ടിഫിക്കറ്റ് വരെയുള്ള എല്ലാ കാര്യങ്ങളും വില്ലേജ് ഓഫീസർമാർ ചെയ്യണം. വില്ലേജ് സ്കെച്ച് തുടങ്ങി ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. ആ വില്ലേജ് ഓഫീസറെ ജോലിക്ക് പുറമെ BLO സൂപ്പർവൈസർ ജോലിക്ക് പുറമെ ഇപ്പോൾ പുതിയൊരു ഓർഡർ വന്നിരിക്കുന്നത് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഓരോ വാർഡുകൾ സെക്ടറായി തിരിച്ചിട്ടുണ്ട്. ആ സെക്ടർ ഓഫീസർമാരായി വില്ലേജ് ഓഫീസർമാരെ തന്നെ നിയമിച്ചുകൊണ്ടുള്ള ഉത്തരവാണ് വന്നിരിക്കുന്നത്. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ 2 ചുമതല, ഒന്ന് BLO സൂപ്പർവൈസർ, സെക്ടറൽ ഓഫീസർ, അതുകൂടാതെ വില്ലേജ് ഓഫീസിനകത്തുള്ള ജോലി കൂടി ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ് വില്ലേജ് ഓഫീസർമാർക്ക് വന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവരുടെ ജോലിഭാരം ഇരട്ടിയാവുകയല്ല, അതിൽ കൂടുതൽ ജോലിഭാരം കൊടുക്കുകയാണ്. അപ്പോൾ BLOമാരുടെ സമ്മർദ്ദത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വില്ലേജ് ഓഫീസർമാരടക്കമുള്ള BLO സൂപ്പർവൈസർമാരുടെ സമ്മർദ്ദത്തെക്കുറിച്ച് കൂടി പറയണം എന്നുള്ളതാണ് ഇപ്പോൾ ജീവനക്കാർ നമ്മളോട് വിളിച്ചറിയിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു. ഇപ്പോൾ രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഈ പരാതിയും സമ്മർദ്ദവും ചെറുതല്ല, അത് ഗൗരവത്തിൽ തന്നെ എടുക്കണം. BLOമാരുടെ പ്രശ്നങ്ങൾ ഏറ്റെടുക്കാൻ കോൺഗ്രസ് ഒരുങ്ങുകയാണ്. BLOമാർ നേരിടുന്നത് കടുത്ത മാനസിക സംഘർഷമാണെന്ന് കോൺഗ്രസ് നേതാവ് K മുരളീധരൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സംസ്ഥാന സർക്കാർ നീങ്ങുന്നത് നരേന്ദ്രമോദിയുടെ അതേ പാതയിൽ നിന്നും വിമർശനമുണ്ട്. BLOമാർക്ക് ഇപ്പൊ നല്ല മാനസിക സമ്മർദ്ദമാണ്. കാരണം പല BLOമാർക്കും കൊടുത്തിട്ടുള്ള നിർദ്ദേശം വീടുകളിൽ പോണ്ട, ഒരു കൺവെൻഷൻ പോലെ വിളിച്ചുകൂട്ട, അങ്ങനെ കളക്ടർക്ക് കംപ്ലൈന്റ് കൊടുത്തു, ഞങ്ങൾ തടയും. അപ്പോൾ BLOമാർ ഇപ്പൊ നിസ്സഹായരാണ്. കാരണം ഈ സർക്കാർ ഏതാണ്ട് നരേന്ദ്രമോദിയുടെ അതേ പാറ്റേണിലാണ് കേരളത്തിൽ നീങ്ങുന്നത്. ഇപ്പൊ ഞങ്ങളുടെ ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്ത സംഭവം ഉണ്ടായി. അപ്പോൾ ഏതാണ്ട് ഒരു തനി പതിപ്പാണ്, മോഡിയുടെ പതിപ്പാണ് കേരളത്തിൽ. ഇവരെ അധികാരത്തിൽ നിന്ന് മാറ്റുക എന്നുള്ളതിനാണ് പാർട്ടിയുടെ ലക്ഷ്യം.